താങ്കൾ എന്നോട് CPM-ൽ നിന്നും BJP-യിലേക്ക് പോയിട്ടുള്ള ചില ആളുകളുടെ പേര് ചോദിച്ചു. ഞാൻ പറയാൻ എഴുതിയെടുത്തു. അപ്പളേ പറഞ്ഞതാ ഇത് തീക്കളിയാണെന്ന്. വേലി കിടക്കുന്ന പാമ്പിനെടുത്ത് വേണ്ടാത്തടത്ത് വെച്ച പോലെ. ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അത് കൊള്ളാം. എല്ലാം കയ്യിൽ നിന്ന് പോളൂ. അറിഞ്ഞുകൊണ്ടെങ്കിൽ എഴുതിക്കൊള്ളൂ. ഒന്ന് അതല്ല കേൾക്കണ്ട, തീർന്നില്ലല്ലോ. ഞാൻ പറയാതെ ഖഗൻ മർഗു എന്ത് പറ്റിയടാ മർമു എന്ന് പറയുന്ന MLA, അദ്ദേഹം ഉത്തര മാൾഡാസ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്നായിരുന്നു. 2001 മുതൽ 2019 വരെ MLA ആയിരുന്നു. അദ്ദേഹം BJP-യിൽ പോകുമ്പോൾ MB ആയി മത്സരിച്ചു. ഇപ്പൊ MB ആണ്. അദ്ദേഹം മത്സരിക്കാൻ പോകുമ്പോഴും അത് CPM-ന്റെ MLA ആണ്, രാജിവെച്ചിരുന്നില്ല. മഫൂജ ഖത്തൂൽ 2001-ൽ 2006-ൽ MLA ആയിരുന്നു. കുമർഗഞ്ചിൽ നിന്നുള്ള MLA ആയിരുന്നു. ഇപ്പോൾ BJP-യിലാണ്. മൊബഷർ അലി 2008 മുതൽ 2023 വരെ CPM-ന്റെ MLA ആയിരുന്നു. ഇപ്പോൾ BJP-യിലാണ്. ഇനി അശോക് ദിന്ദ BJP-യിൽ പോയി. മൊബഷർ അലിയൊക്കെ അദ്ദേഹത്തിന്റെ പ്രവർത്തന ഏതെങ്കിലും നേതാവ് കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് പോകാത്ത താങ്കളുടെ അവസരത്തിൽ ഇങ്ങനെ കിടന്ന് അടിക്കുന്നത് മോശമാണ് കേട്ടോ. ഇതാണ് പൊളിറ്റിക്കലി തന്തയില്ലായ്മ എന്ന് പറയുന്നത്. നിങ്ങളിങ്ങനെ ഈ തരത്തിലുള്ള സംഭാഷണത്തിലേക്ക് പോവല്ലേ? ഇത് ഈ വിഷയങ്ങൾ ആങ്കർ കേട്ടല്ലോ. ശകലകലാവല്ലഭൻ ഈ തന്തക്കിളി മത്സരത്തിൽ ആരാണ് ഇപ്പൊ മുന്നിട്ട് നിൽക്കുന്നതെന്നുള്ളതാണ് ഇപ്പൊ വിഷയം. അല്ല, ഷാബു പ്രസാദ് ഞാനത് പറയണമെന്ന് ആഗ്രഹിച്ചതല്ല. എന്നെ കൊണ്ട് പറയുന്നതാണ്. ഒരിക്കലെങ്കിലും അവന്റെ ഭാഷ ഉപയോഗിച്ച കേട്ടോ. അല്ല, രണ്ടാളും പറയരുതെന്നേ. ഞാൻ അത് അപലപിച്ചല്ലോ. പറയട്ടെ ഗോപി മാഷേ, അതുകൊണ്ട് മാഷിന് എന്തെങ്കിലും സന്തോഷം കിട്ടണമെങ്കിൽ കിട്ടട്ടെ. ശരി, പറയൂ. ഇവിടെ പറയൂ. ഷാബു പ്രസാദ് ഞാനിത് പറയാൻ ആഗ്രഹിച്ചില്ല. യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ഭാഷ ഉപയോഗിച്ച കേട്ടില്ലേ? അല്ല, അത് പറഞ്ഞില്ലേ, ഞാൻ പറയട്ടെ എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇനി വേറെ കാര്യമാണ് പറയുന്നത്. ശരി, അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. അത് കേൾക്കൂ. ഷാബു പ്രസാദ് ഞാനിത് പറയുന്നത് ഒരിക്കലെങ്കിലും തിരിച്ചു പറയാതെ പോയാൽ അദ്ദേഹം അത് പിൻവലിക്കോ? അല്ല, അദ്ദേഹം അത് പിൻവലിക്കോ? പറയൂ. ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ കുറിച്ച് വലിയ പരാതിയാണ്. വേറെ എല്ലാ മാർഗങ്ങളും നോക്കി അടഞ്ഞപ്പോ ഇപ്പൊ ഇത്തരത്തിലുള്ള അഭ്യാസം പറഞ്ഞു കഴിയട്ടെ. ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്? താൻ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് ചോദിക്കാലോ. പറഞ്ഞു കഴിയട്ടെ. പ്രയോഗത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ടോ? അതൊന്ന് പറയാൻ സമ്മതിക്കൂ. എന്തായാലും പറയട്ടെ, അദ്ദേഹം പറയട്ടെ. ഷുജൈക്ക് ശാന്തത അത് പറയുന്നില്ല. വല്ല കാര്യണ്ടാ? ഒരു കാര്യമില്ല. അത് കേട്ടാലല്ലേ അദ്ദേഹം പറയുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാവൂ. അതുകൊണ്ട് അങ്ങ് ക്ഷമിക്കൂ. പറയൂ. ശ്രീ ജ്യോതികുമാർ പറയൂ. നിങ്ങൾ ജ്യോതികുമാർ ചാമക്കാലയുടെ അവസരം പറഞ്ഞു. ഞാൻ തെറ്റിദ്ധരിച്ചു. ഞാനല്ല, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റും അദ്ദേഹം വിവരം കെട്ടവനെ അങ്ങ് എന്നെ തെറ്റിദ്ധരിച്ചു. ഇതൊന്നും ഞാൻ ഓൺ ചെയ്തതല്ല. അല്ല, ആരും ഓൺ ചെയ്യണ്ട. നമുക്കത് വിടാം. ഇത് ഇദ്ദേഹം പറയാനുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് ഇങ്ങനെ പറയുന്നവരും വിവരം കെട്ടവരും നല്ല വിളിക്കണ്ട, അപ്പുറത്തേക്കാ വിളിക്കേണ്ടത്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. കേരളത്തിലെ ജനങ്ങൾ നല്ല ആരോഗ്യകരമായ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് ആണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ ആരോഗ്യകരമായ ഒരു രാഷ്ട്രീയ സംവാദമാണ് പ്രതീക്ഷിക്കുന്നത്. എന്റെ ബഹുമാനപ്പെട്ട പാനലിസ്റ്റുകൾ അത് വിഷയത്തിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യൂ. ഇനി അങ്ങ് പറയാനുള്ളത് പറയൂ. നിനക്ക് ശക്തമായിട്ട് കുറച്ച് ഉപദേശം തരാൻ പോവാ. ഇനി ആരും എനിക്ക് അഭിലാഷിന്റെ ആ സ്റ്റേറ്റ്മെന്റിൽ എനിക്ക് പിന്നെ എന്താ എതിരഭിപ്രായമുണ്ട്. എല്ലാവരെയും താങ്കൾ ജനറലൈസ് ചെയ്ത് ശരിയല്ല. ഇവിടെ ഈ ചർച്ചയിൽ ആരും പറയാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഞാനത് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞല്ലോ. ഇനി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെതിരായിട്ട് പറയുന്നു.
ഞാനും ചോദിക്കട്ടെ, ഈ സംസ്ഥാനത്തിന്റെ മന്ത്രിയല്ലേ പറഞ്ഞത് ഒരു കോളേജിലെ പ്രിൻസിപ്പളിന് മറ്റേ പണിയായിരുന്നു എന്ന്? എപ്പോഴും നാവിനൊരു വളമുണ്ട്. കാറ്റിന് മാത്രമല്ല മൂക്കിനും അബദ്ധം പറ്റിപ്പോയതാ. ഒരു ഡിവൈഎസ്പിക്ക് ഏടാ അവിടെ സമരം നടത്തിയ പിന്നെ എന്താ പെമ്പിളെ ഒരുമയുടെ നേതാക്കന്മാരുമായിട്ട് എന്തൊക്കെയാ പണിയെന്ന് പറഞ്ഞത്? നമ്മളാരെങ്കിലും ആണോ പറഞ്ഞത്? ഒരു സംസ്ഥാനത്തിന്റെ മന്ത്രി അല്ലേ? അപ്പോൾ താങ്കൾക്ക് പ്രശ്നമില്ലായിരുന്നു. അത് ഏത് കോണ്ടക്സ്റ്റിലാ പറഞ്ഞത്? ഓർമ്മയുണ്ടോ? അപ്പൊ താങ്കൾക്ക് പ്രശ്നമില്ലായിരുന്നു. നമ്മുടെ മുഖ്യമന്ത്രി CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആൾ പരനാറി എന്നാ വിളിക്കുന്നത്. അതൊന്നും എനിക്കറിയാൻ ആരും വില തരില്ല. നികൃഷ്ടജീവി എന്നാ വിളിക്കുന്നത്. കടക്ക് പുറത്തുനിന്നാ പറയുന്നത്. എന്നിട്ട് ഒരാൾ സാറിന്റെ പ്രസംഗം നന്നായിരുന്നു പറഞ്ഞാൽ ആ അഭ്യാസം എൻ്റെ അടുത്ത് വേണ്ടെന്നാ പറയുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല അതിനകത്തൊക്കെ എന്താ ഉള്ളത്. അപ്പോൾ ആ രീതിയിൽ സംസാരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ പ്രതി ഞാൻ താങ്കൾ ചോദിച്ചത് BJP-യിൽ പോയിട്ടുള്ള CPM-ന്റെ നേതാക്കന്മാരുടെ നീണ്ട ലിസ്റ്റ് ഉണ്ട്. ഞാൻ വേണമെങ്കിൽ താങ്കൾക്ക് വാട്സപ്പിൽ അയച്ചു തരാം. വായിച്ചാൽ തീരത്തില്ല. അത് പിന്നെ പശ്ചിമ ബംഗാളിൽ നിന്നും അതുപോലെ തന്നെ ത്രിപുരയിൽ നിന്നും പോയിട്ടുള്ള നേതാക്കന്മാരുടെ MLA-മാരും MP-മാരായിരുന്നവർ മാത്രം. കാരണം ടോയ്ലറ്റ് പോകുന്നുണ്ടോ? ഫേസ് വല്ലാണ്ട് നിരവധി ആളുകളുടെ ലിസ്റ്റ് ഉണ്ട്. CPM-ന്റെ പാർട്ടി ഓഫീസിന്റെ ആ ചോപ്പൊന്ന് ഇച്ചിരി കാവിയാക്കിയിട്ട് അവിടെ BJP എഴുതിയ പാർട്ടിയാണ് CPM. എവിടെ പോയി? നിങ്ങളുടെ 2% എങ്ങനെ വോട്ട് ഷെയർ പോയി? 37 വർഷം 36 വർഷം ഭരിച്ചിരുന്ന സംസ്ഥാനമല്ലേ പശ്ചിമ ബംഗാൾ ഉൾപ്പെടെ. എന്നിട്ട് വന്നിരുന്ന് ഘോര സംസാരിക്കുക. ഇനി നോക്കൂ, ഇവിടെ പൊളിറ്റിക്കൽ ഞാൻ ഉപയോഗിച്ച വാക്ക് ഞാൻ വീണ്ടും ഉപയോഗിക്കുന്നില്ല. ആസനത്തിൽ നീ തന്നെ സുണ്ണാമ്പ് തേച്ചാ മതി. എന്റെ അടുത്ത് പറഞ്ഞു അന്തിമകനെ. പക്ഷേ ഇവിടെ ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെതിരായിട്ടുള്ള നിങ്ങളുടെ വേവ് നമുക്ക് മനസ്സിലാവും. അത് പിന്നെ എന്താ നമ്മുടെ മാത്യു കുളനാടിനെതിരായിട്ടുള്ള നിങ്ങളുടെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് മനസ്സിലാവും. മുഹമ്മദ് ഷിയാസിനുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെയൊക്കെ കോടതി ഉണ്ട്. അവിടെയൊക്കെ കോടതി ഉള്ളത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങൾ അതിജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതില്ലാതെ വരുമ്പോൾ അവരെ അങ്ങ് ഡീമോറലൈസ് ചെയ്ത് കളയാം എന്ന ധാരണ നിങ്ങൾക്ക് വേണ്ട. അവരെന്തെങ്കിലും പിന്നെ പൊളിറ്റിക്കലി ഉപയോഗിക്കാൻ പാടില്ലാത്ത വാചകങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവർ തന്നെ അതിനെ സംബന്ധിച്ച് വിശദീകരിക്കും. അത് ഏത് കോൺടസ്റ്റിലാണ് ഉണ്ടെങ്കിൽ. ഇനി അദ്ദേഹത്തിന് അതിൻ്റെതായ ന്യായീകരണം ഉണ്ടെങ്കിൽ അതായത് അദ്ദേഹത്തിന് ഉറച്ചു നിൽക്കും. അതിന് നിങ്ങളുടെ ആരുടെയും തിട്ടൂരോ ആവശ്യമില്ല. ചുമ്മാ പറഞ്ഞതാ. അയാൾ ശരിക്കും പറഞ്ഞതായിരിക്കും. അയാൾ ചെയ്യുമെന്ന് പറഞ്ഞ ചെയ്തിരിക്കും. കുടുംബത്തെ കയറി വെട്ടിപ്പറിച്ചിട്ടിട്ട് പോകും. പുറത്താരോടും പറയണ്ട. CPM-ന്റെ തിട്ടൂര ആവശ്യമില്ല. ശരി, ഇനി ആ വിഷയം അത് ആവശ്യപ്പെടാൻ നിങ്ങൾക്ക് അവകാശവും ഇല്ല. ആ വിഷയം വിട്ടു. ഇനിയിപ്പോ ആ വിഷയത്തിൽ ടോക്കില്ല.